ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും കേരള ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാനൊരു യാത്ര പോവാണ് ഗോവയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഗോവയിലൊരു 3 days ട്രിപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആലുവയിൽ നിന്നാണ് ട്രെയിൻ കയറിയിരിക്കുന്നത്. അപ്പോൾ ഡെയിലി നമ്മുടെ എറണാകുളം ജംഗ്ഷൻ തൊട്ട് മുംബൈയിലേക്ക് പോകുന്നൊരു ട്രെയിനുണ്ട്, നേത്രാവതി എക്സ്പ്രസ്. അപ്പോൾ അതിലാണ് ഞാൻ പോകുന്നത്. 1:30ക്കാണ് ട്രെയിൻ നമ്മുടെ ആലുവയിൽ നിന്ന് എടുക്കുന്നത്. അങ്ങനെ ആലുവയിൽ നിന്ന് ഞാൻ ട്രെയിൻ കയറി നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗോവയിലെ തിവിം എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ നമ്മൾ ഗോവ ഏകദേശം എത്തിയിട്ടോ. മഡ്ഗൗൺ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് തിവിമാണ്. അപ്പോൾ നമ്മൾ തിവിം എന്ന് വെച്ചാൽ നോർത്ത് പാർട്ടാണ്, ഗോവയിലെ നോർത്ത് ഗോവ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കാരണം കൂടുതൽ സ്ഥലങ്ങൾ നോർത്ത് ഗോവയിലാണ് കൂടുതൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. അതിന് ഞാൻ നമ്മുടെ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി നേരെ ഞാൻ നമ്മുടെ പുറത്തേക്കുള്ള എക്സിറ്റ് ഗേറ്റിലേക്കുള്ള ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ എക്സിറ്റ് ഗേറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തിവിം റെയിൽവേ സ്റ്റേഷൻ്റെ എക്സിറ്റ് ഭാഗം. അപ്പോൾ നമ്മുടെ വന്ന ട്രെയിൻ നേത്രാവതി എക്സ്പ്രസ് നമ്മുടെ അവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞാനിവിടെ ഇറങ്ങി ഇവിടെ ചെന്നിട്ട് രാവിലെയാണ് അവിടെ എത്തിയത് കേട്ടോ. രാവിലെ വെളുപ്പിന് തന്നെ എത്തി. അടുത്ത് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ നോക്കിയ സമയത്ത് ഒരു മലയാളി ഹോട്ടൽ കണ്ടു. അപ്പോൾ അവിടെ നിന്നൊരു കോഫി കുടിച്ചപ്പോൾ തന്നെ എനിക്ക് ഏകദേശം അവിടുത്തെ ചുറ്റുപാടൊക്കെ മനസ്സിലായി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ നിന്ന് ആ ഒരു കോഫി മാത്രം കുടിച്ചിട്ട് താഴത്തേക്ക് വന്നു. ആ താഴത്തേക്ക് വന്ന ഭാഗത്താണ് നമുക്ക് അവിടെ ഒരു ബൈക്കൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഞാനൊരു ബൈക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 500 rupees പെർ ഡേ വരുന്നത്. അങ്ങനെ ഞാൻ 3 days പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് 1500 കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു 1000 rupees ഡെപ്പോസിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. വണ്ടിക്ക് ഇതിന് മുമ്പ് ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫുൾ ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ID കാർഡ് കൊടുത്തിട്ടാണ് നമ്മൾ അവിടുന്ന് വണ്ടിയായിട്ട് നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് വന്നത്. നമ്മൾ ഹോട്ടൽ ഓൾറെഡി ഗോപിബോന്ന് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വരുന്നതിന് മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ഹോട്ടലിൽ ആ ഒരു നിലവാരത്തിലേക്ക് വന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയൊരു ഹോട്ടലാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മൾ നേരെ ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് ജസ്റ്റ് കുറച്ച് നേരം കിടന്നിട്ട് നേരെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് നേരെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നമുക്കൊരു ഫസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബാഗ ബീച്ചാണ്. ബാഗ ബീച്ചിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അതായത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗോവയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ബാഗ ബീച്ച്. അതുകൊണ്ട് നമ്മൾ നേരെ ബാഗ ബീച്ചിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ ബാഗ ബീച്ചിലേക്ക് പോകുന്ന സമയത്ത് എന്തായാലും ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു കടയിൽ കയറി, പഞ്ചാബി എന്ന് പറഞ്ഞിട്ട്. അവിടെ കയറിയിട്ട് ഞാൻ 2 ഫുഡ് ഓർഡർ ചെയ്തു. ഒന്ന് ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, പിന്നെ ഒരു ഫിഷ് താളിയുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫിഷ് താളി എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഹൈദരാബാദി ഏകദേശം എനിക്ക് ഫുഡൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും വിശപ്പുള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ ഒരു തൊട്ടടുത്ത് തന്നെ ബാറ്, അതായത് നമുക്ക് ഓരോ കട ഇങ്ങനെ എന്താ പറയുക, ഓരോ കട ഇടവിട്ട് ഇങ്ങനെ ബാറുകൾ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് പേര് അവിടെ വരുന്നത് വാങ്ങിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ വരുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അങ്ങനെ നേരെ നമ്മൾ ബാഗ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാഗ ബീച്ചിൽ ഇവിടെ ഏറ്റവും കൂടുതൽ അറിയാമല്ലോ ടൂറിസമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പോയാലും അവിടെ പേ പാർക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു ചെറിയ സ്ഥലത്ത് വെക്കുന്നതിന് പോലും നമ്മളവിടെ പേ ചെയ്യണം. അതിന് നമ്മൾ ബാഗ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാഗ ബീച്ചിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി മൊത്തം ബാഗ ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് മൊത്തം അവിടെ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക്, അതായത് കുറേ ഉള്ളിലേക്ക് പോകാനുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ബാഗ ബീച്ചിൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ സൺസെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നോക്കി ഞാൻ കുറേ നേരം നിന്നു. ഇതായിട്ട് സൺസെറ്റൊന്നും വരാത്തതുകൊണ്ട് ഒന്നുകൂടി കുറച്ചുകൂടി ഉള്ളിലേക്കൊക്കെ പോയി. ഇവിടെ കൂടുതൽ ടൂറിസമാണ് ഇവർ കൂടുതൽ എൻകറേജ് ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ ആ ബീച്ചൊക്കെ മൊത്തം മോഡിഫൈ, അതായത് നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണേ. എന്ത് രസമാണെന്ന് പറയാം. ശരിക്കും ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതിന് മാത്രം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ കാണുന്ന സമയത്ത് നല്ല രസമാണ്. പിന്നെ അതിൽ തന്നെ നമ്മളൊക്കെ അതിൽ നടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഇവിടെ ബിയർ ഉണ്ട്, അതുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെ ആ ഒരു ഹോട്ടലിന് വേണ്ടി വർക്ക് ചെയ്യണം. അവിടെ തന്നെ ഒരുപാട് ഹോട്ടലുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വർക്കേഴ്സും ഉണ്ട്. രാത്രിയൊക്കെ ആവുമ്പോൾ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് നല്ല രസമാണ്, ഭംഗി. ആ ലൈറ്റും കാര്യങ്ങളും എല്ലാമായിട്ട് ഒരു രക്ഷയില്ല ബാഗ ബീച്ചിൽ. നൈറ്റ് സമയത്ത് ഒരു 1 or 2 ആ ഒരു സമയത്ത് 1 മണി 2 മണി വരെ ഫുള്ള് ആ ഒരു പാർട്ടി മോഡാണ്. അങ്ങനെ ഞാനൊരു രാത്രി 1 മണി 2 മണിയൊക്കെ ആയപ്പോൾ ബാഗ ബീച്ചിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കണ്ടത്. ഇവിടെ ആ സമയത്ത് പോലും അവിടുത്തെ കടകളൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. കടകളൊക്കെ ഓപ്പണാണ്. നമ്മൾ ഞായറാഴ്ചയാണ് ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റാർട്ടിങ് സൺഡേ ആയിരുന്നു. അതുകൊണ്ട് സൺഡേ ഒരുപാട് എന്താ പറയുക ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ടാവാം അവർ ഇതുവരെയായിട്ട് ഈ ഒരു
കടകളും കാര്യങ്ങളൊന്നും അടിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അവിടെ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ടു. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു. നമ്മൾ ലാസ്റ്റ് ടൈം വാങ്ങിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. മീൻസ് പോണ സമയമാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അവിടെ. പിന്നെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ, ഇതിൻ്റെ കടയുടെ ഉള്ളിൽ തന്നെ ഒരു അടിപൊളി ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. ആ കോഫി ഷോപ്പ് മൊത്തം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അവിടെ മൊത്തം അലങ്കരിച്ച് വെച്ചേക്കാണ്. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. നല്ല രീതിക്ക് ഡെക്കറേഷൻ്റെ കാര്യത്തിൽ ഗോവ വളരെ മുന്നിലാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നല്ലോണം ഒരുപാട് ഇഷ്ടമായി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 2 ബ്രെഡ് ഓംലേറ്റ് ഓർഡർ ചെയ്തു. ഉച്ചക്ക് ഫുഡ് അധികം ആയതുകൊണ്ട് കുറച്ച് കഴിച്ചോളൂ. പിന്നെ ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് ഒരു പുള്ളി അവിടെ വണ്ടി നോർ പാർക്കിങ്ങിൽ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ പോലീസുകാരനോട് നല്ല രീതിക്ക് തർക്കിക്കുന്നുണ്ട്. പുള്ളിയുടെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിൽ. പെട്ടെന്ന് പോലീസിനെ നോക്കിയിട്ട് ഞാൻ ഫോണൊക്കെ ഒന്ന് തിരിച്ച് മാറ്റിട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ചെറിയൊരു ഗുഡ് ബൈ ആൻഡ് ബൈ ബൈ വിത്ത് കേരള ടാക്.